ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു കൂൺതോരൻ ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ കൂൺ എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂണാണ്. ഇത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിയതാണ്. പാക്കറ്റിൽ കിട്ടുന്ന കൂണാണിത്. ഞാൻ കഴുകി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് അതിനാവശ്യത്തിലുള്ള തേങ്ങ. ഇത് ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 5 പച്ചമുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. സവാളയേക്കാൾ ടേസ്റ്റ് കൂൺതോരന് ചെറിയുള്ളി ഇടുന്നതാണ്. കൂണൊന്ന് വേവിച്ചെടുക്കാമേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഈ കറിവേപ്പില വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂൺ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വേവിച്ചെടുക്കാമേ. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കൂണിൽ വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ അടച്ചു വെച്ചൊന്ന് വേവിക്കാമേ. ഞാൻ ഈ തേങ്ങയിലേക്ക് ഈ ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൊടുക്കുവാണ്. കുറച്ചൊരു മഞ്ഞൾപ്പൊടി, മുമ്പേ കുറച്ച് മഞ്ഞൾപ്പൊടി കൂണി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല, കാരണം ഉപ്പ് കൂണിൽ ചേർത്തത് കൊണ്ട് ഉപ്പ് ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂണ് പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ തേങ്ങ ഉള്ളി എല്ലാം ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാവേ. തോരനെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇതിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ കൂൺതോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.